പത്തനംതിട്ട മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാർബോറാണ്ടം കമ്പനി KSEBയുമായുള്ള കരാർ ലംഘിച്ചെന്ന് കണ്ടെത്തൽ. കരാർ ലംഘിച്ചെന്ന് കാണിച്ച് 2022 KSEB കമ്പനിക്ക് നൽകിയ നോട്ടീസ് 24-ന് ലഭിച്ചു. വൈദ്യുതിക്ക് വില കുറവുള്ള സമയം കമ്പനി വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങി എന്നാണ് കണ്ടെത്തൽ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള നീക്കം, അതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസായ വകുപ്പിന്റെ ഇടപെടൽ, ഇതൊക്കെ വലിയ ചർച്ചയും വിവാദവുമായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നേരത്തെ തന്നെ ഈ കമ്പനി കരാർ ലംഘനം നടത്തിയിരുന്നു എന്ന വിവരം തെളിവ് സഹിതം പുറത്തുവരുന്നത്. എന്താണ് ഇപ്പോൾ പുറത്തുവന്ന രേഖയിൽ നിന്ന് മനസ്സിലാവുന്നത്? വിവരങ്ങൾ എന്താണ് MG പ്രതീഷ്? റിജിത്ത, തീർച്ചയായും റിജിത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ മണിയാർ ജലവൈദ്യുത പദ്ധതിയിൽ കാർബറാണ്ടം കമ്പനിക്ക് കരാർ 25 വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള തീരുമാനം കഴിഞ്ഞ ദിവസമാണ് സർക്കാർ എടുത്തത്. ഇതിനിടയിലാണ് ഈ കമ്പനി കഴിഞ്ഞ 30 വർഷത്തെ ഈ കരാർ കാലയളവിൽ കമ്പനി ഈ കരാർ ലംഘനം നടത്തിയെന്നതിൻ്റെ തെളിവുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. KSEB തന്നെ ഇത് ചൂണ്ടിക്കാട്ടി എന്നതാണ് നമുക്ക് ഈ തെളിവുകൾ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഈ കാർബറാണ്ടം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള 3 സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പുറത്തുനിന്ന് ഈ വൈദ്യുതി വാങ്ങുകയാണെങ്കിൽ അത് ഈ മണിയാർ ജലവൈദ്യുത പദ്ധതി വഴിയുള്ള വൈദ്യുതി പൂർണ്ണമായും ഉപയോഗിച്ച ശേഷം ആയിരിക്കണം എന്നതായിരുന്നു പ്രധാനമായും ഈ കരാറിലെ വ്യവസ്ഥ. പക്ഷേ ഈ കമ്പനി ചെയ്തത് കുറഞ്ഞ വിലയ്ക്ക് ഈ പകൽ സമയത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ഒപ്പം വില കൂടുതലുള്ള സമയം രാത്രി നേരത്തെ ഉൽപ്പാദിപ്പിച്ച KSEB ഗ്രിഡിലേക്ക് മാറ്റിയ വൈദ്യുതി തിരികെ എടുത്തു എന്നതാണ് പ്രധാനമായും കരാർ ലംഘനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കരാർ ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KSEB തന്നെ ഈ കമ്പനിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇനി 25 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ കരാർ ലംഘനം നടത്തിയ ഒരു കമ്പനിക്ക് വീണ്ടും എങ്ങനെ കരാർ നീട്ടി നൽകാൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം. ഈ പ്രതിപക്ഷമടക്കം ഇക്കാര്യത്തിൽ വലിയ ആക്ഷേപം, വലിയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് കോൺഗ്രസ് KPCC അധ്യക്ഷൻ K സുധാകരൻ നടത്തിയത് ഇത് വലിയ അഴിമതിയാണ് എന്നുള്ളൊരു പ്രസ്താവനയാണ്. പിണറായി സർക്കാരിൻ്റെ മറ്റൊരു അഴിമതിയുടെ പൊൻതൂവൽ കൂടിയാണ് ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിയിലെ കരാർ നീട്ടി നൽകാനുള്ള തീരുമാനമെന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം. ഈ KSEBയുടെ എതിർപ്പ് മുഴുവൻ അവഗണിച്ചുകൊണ്ട് വ്യവസായ മന്ത്രിയും ഒപ്പം വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്നാണ് ഈ സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകാൻ തീരുമാനമെടുത്തത്. കേരളത്തിലേക്ക് സ്വകാര്യ കമ്പനികളുടെ കുത്തക അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് വളരാനുള്ള ഒരു വഴി ഒരുക്കുകയാണ് സർക്കാരും ഈ മന്ത്രിമാരും ഉൾപ്പെടെ ചെയ്യുന്നതെന്ന ആക്ഷേപവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാകുമെന്ന സൂചന കൂടിയാണ് KPCC അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കരാർ ലംഘനം നടത്തിയ കമ്പനിക്ക് തന്നെ കരാർ പുതുക്കി നൽകാനുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ മാസമാണ് ഈ 30 വർഷത്തേക്കുള്ള കരാർ കാർബറാണ്ടം കമ്പനിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനിടയിലേക്ക് കൂടിയാണ് ഈ വിവാദം, ഈ പുതുതായി പുറത്തു വന്ന വിവരം കൂടി വരുന്നത്. നേരത്തെ തന്നെ കരാർ ലംഘനം നടത്തിയ കമ്പനിക്ക് വീണ്ടും കരാർ നീട്ടി നൽകുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ആവർത്തിക്കുകയാണ്. കാർബോറാണ്ടം കമ്പനിക്ക് മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ നീട്ടി നൽകുന്നത് വലിയ അഴിമതി എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. കരാർ നീട്ടി നൽകിയാൽ മറ്റ് ചെറുകിട പദ്ധതികളുടെയും കരാർ നീട്ടേണ്ടി വരും. ദൂരവ്യാപക പ്രത്യാഘാതം സർക്കാരിന്റെ തീരുമാനമുണ്ടാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് രമേശ് ചെന്നിത്തല. വൈദ്യുതി മന്ത്രിയെ നോക്കുകുത്തിയാക്കിയാണ് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കരാർ നീട്ടി നൽകാൻ തീരുമാനിച്ചതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നു. കാർബോറാണ്ടം ലിമിറ്റഡ് കമ്പനിക്ക് കരാർ നീട്ടി നൽകാമെന്ന് എവിടെയും വ്യവസ്ഥയില്ല. 2018 പ്രളയത്തിൽ നാശനഷ്ടം ഉണ്ടായി എന്ന വാദം ചൂണ്ടിക്കാട്ടിയാണ് കരാർ നീട്ടി നൽകാൻ കമ്പനി ആവശ്യപ്പെട്ടത്. പദ്ധതി പ്രദേശത്ത് പ്രളയകാലത്ത് ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. പദ്ധതി നീട്ടി നൽകാൻ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് രമേശ് ചെന്നിത്തല. ഒരു നഷ്ടവും ഈ കമ്പനി, ഞാൻ മണിയാറിൽ പരിശോധിച്ചു, അന്വേഷിച്ചു, ഈ കമ്പനിക്ക് ഒരു നാശനഷ്ടം ഉണ്ടായില്ല. ഇൻ കേസ് നാശനഷ്ടം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് അവർ ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചില്ല? കമ്പനിയുമായുള്ള കരാർ പ്രകാരം 30 വർഷം പൂർത്തിയാകുന്ന ഈ വർഷം പദ്ധതി സർക്കാരിന് തിരിച്ചു നൽകണം. ഇതിനായി 21 ദിവസം മുൻപ് സർക്കാർ നോട്ടീസ് നൽകണം. ഇതൊന്നും പാലിക്കാത്തതിന് പിന്നിൽ വലിയ അഴിമതി. കരാർ നീട്ടി നൽകിയാൽ മറ്റ് ചെറുകിട പദ്ധതികളുടെയും കരാർ നീട്ടേണ്ടി വരുമെന്നും രമേശ് ചെന്നിത്തല. വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ഇന്നലെ 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള തീരുമാനമെടുത്തു. ഇത് തികച്ചും അഴിമതിയാണ്. ഇത് കോടികളുടെ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ കമ്പനിക്ക് 30 വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. വൈദ്യുതി മന്ത്രി വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പറയുന്നിടത്ത് ഒപ്പിടുന്ന വൈദ്യുതി മന്ത്രി ആ സ്ഥാനത്ത് തുടരണോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. 24 കോഴിക്കോട്.